സത്യത്തിൽ ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇതല്ല, അത് വയലോരങ്ങളിലൊക്കെ കണ്ടുവരുന്ന ചെറു സസ്യമാണ്. അതിന് ചെറിയൊരു വെള്ളപ്പൂവൊക്കെയുള്ള, ഞാൻ നേരത്തെ 1-2 വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊന്നാങ്കണ്ണി എന്ന ഇപ്പം വിറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കൊടുത്താൽ മതി. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട് ഇത്. ഇത് പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ പേരൊക്കെ എഴുതി കളർ പേരൊക്കെ എഴുതി വെക്കത്തില്ലായിരുന്നു ചെടിക്കകത്ത്. ആ ഒരു ടൈപ്പ് ചീരയായത്, ചെടിച്ചീരയാണിത്. പക്ഷേ ഇതിപ്പം പൊന്നാങ്കണ്ണി ചീര എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ചീര പോലെ തന്നെ, നമുക്ക് ചെറുചീര പോലെ തന്നെ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ഏത് ചീരയായാലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചീരയ്ക്കകത്ത് ഈ കല്ലുണ്ടാകാൻ സാധ്യതയുള്ള ഇതുള്ളത് കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചീര അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. നമ്മൾ വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന, എന്നും സ്ഥിരമായിട്ട് ഇപ്പം 30 ദിവസം ഇത് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് എല്ലാ കാര്യങ്ങളും, അതേപോലെ നമുക്ക് പൊന്നാരിവീരൻ എന്ന് പറഞ്ഞൊരു ചീര നമ്മൾ വീട്ടിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് അതേപോലെ ചൂടൂരുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. എല്ലാം സ്ഥിരമായിട്ട് അങ്ങനെ കഴിച്ചുകൂടാ. ചൂടൂരുമൊക്കെ വരുന്ന സമയത്ത് നമുക്കത് തോരൻ വെച്ച് കഴിക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇവിടെ പാവയ്ക്കായ്ക്ക് കളറൊക്കെ ഇടാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത കേട്ടോ. 2-3 എടുത്ത് ഇതേപോലെ കൂന കൂടി നിൽപ്പുണ്ട്. പക്ഷേ ഇതിനി എടുത്ത് കളയണം. കാരണം ഇത് കൂടുതൽ ഇങ്ങനെ തണുപ്പ് പിടിച്ച് നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നാൽ അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിനകത്ത് വരുന്നതല്ലേ. ഒരുപാട് ഇങ്ങനെ പടർന്ന് കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഒരു പേടി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇതൊന്ന് നമുക്ക് പിഴുതു നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ പയ്യൊക്കെ തട്ടി നോക്കി, ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കൃഷിയിടങ്ങളിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കണ്ടോ. അപ്പോൾ ഒരു മൂട് പൊന്നാങ്കണ്ണി ചീരയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇപ്പം എനിക്കൊന്ന്